ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവൻ ഏകദേശം ഗുരുവിൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നതിനോടനുബന്ധിച്ച് മാനവരാശിക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി തീർത്ഥാടനം സമാഗതമായിരിക്കുകയാണ്. 2 മാസം കഴിയുമ്പോൾ തീർത്ഥാടനത്തിൻ്റെ തിരക്കിലേക്കാവും എല്ലാവരും. ഇപ്പോൾ തന്നെ ഒരുവിധമുള്ള ഭക്തന്മാരെല്ലാം ബസ്സുകളെല്ലാം ബുക്ക് ചെയ്ത് ശിവഗിരിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്ന് ഗുരു സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ മറ്റ് ലോകത്തുള്ള ഭാരതത്തിൽ തന്നെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളൊക്കെ അവിടെ പോകാറുമുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. കാരണം ഇന്ന് അതിന് അറിവിൻ്റെ തീർത്ഥാടനമെന്നാണ് അറിയപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ള ജീവിതത്തിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഗുരു തീർത്ഥാടന ലക്ഷ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വെറുതെ കുറേ ആളുകളുമായി ശിവഗിരിയിൽ വന്ന് ആ കൂട്ടത്തിൽ മറ്റു പല ക്ഷേത്രങ്ങളിലൊക്കെ കയറി പോകുക എന്നുള്ളതല്ല. ഗുരു ചോദിക്കുന്നുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു ആദേശം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു അനുജ്ഞ ലഭിക്കുവാൻ വേണ്ടി, അനുവാദം ലഭിക്കുവാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഗുരു തിരിച്ചു ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു തീർത്ഥാടനം നടത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം? ചോദ്യകർത്താക്കൾക്ക് കൃത്യമായൊരു ഉത്തരം കൊടുക്കുവാൻ സാധിച്ചില്ല. അവർ വിചാരിച്ചത് മറ്റെല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടകർ പോകുന്നു, അവിടെയൊന്നും നമ്മൾക്കാർക്കും പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെയൊന്നും പോകണം. ചോദ്യം ചോദിച്ചവർ മോശക്കാരൊന്നുമല്ല, അവരെല്ലാം നല്ല പഠിപ്പുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഗുരു ചോദിച്ചത്. അപ്പോൾ ഗുരു പറഞ്ഞു, വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയിട്ടുള്ള 8 വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വങ്ങളെ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കണം. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. അത് കേട്ടിട്ട് അത് സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇതൊരു വലിയൊരു പ്രക്രിയയാണ്. പക്ഷേ ഇന്ന് ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ അവിടെ ആരും ഇരിക്കാറില്ല. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ബസ് ബുക്ക് ചെയ്യുമ്പോൾ പലരും പല സ്ഥലങ്ങളിലേക്ക് കൂടി സമയം കണ്ടെത്തിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ശിവഗിരിയിൽ പറയത്തക്ക സമയം ചെലവഴിക്കാൻ അവർക്കില്ല. അവർ വളരെ ബിസിയാണ്. അപ്പോൾ ഗുരു തീർത്ഥാടന ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അറിവിൻ്റെ തീർത്ഥാടനമായിട്ടത് മാറണമെങ്കിൽ നമ്മളിത് കേൾക്കണം, അറിയണം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗുരു പറയുന്നു. 8 ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഗുരു പറഞ്ഞതാണ് വിദ്യാഭ്യാസം. ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ ഗുണങ്ങൾ
അതേപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഇന്നത്തെ നമ്മുടെ കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗകര്യങ്ങൾ ഒരുപാട് കൂടി എല്ലാവരും അവരവരുടെ മൊബൈലുകളിൽ മാത്രമാണ് ഇന്ന് ഒതുങ്ങുന്നത്. കുട്ടികൾക്ക് വേറൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ സാറ്റലൈറ്റ് എല്ലാം 1 മണിക്കൂർ ഒന്ന് ഓഫായാൽ നമ്മുടെ ലോകം അങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കും. പ്രത്യേകിച്ച് ഈ മൊബൈലിന് അടിമകളായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവർ പോകും. നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും എല്ലാം നിന്നു പോകും. ഒരു വല്ലാത്ത ഒരു ദുരന്തം ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? നമ്മളെല്ലാം പഠിക്കണം. അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് അതിന് പ്രയോജനമുള്ളത്. നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് നല്ലതിനെ സ്വീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിന് അറിവുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.